ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആമസോൺ ബ്യൂട്ടി ഹോളാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ 50-80% ഡിസ്കൗണ്ടിൽ 1500-ലധികം ടോപ്പ് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നല്ല ഡിസ്കൗണ്ടിലാണ് ചില പ്രോഡക്റ്റുകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് വാങ്ങിക്കുവാണെങ്കിൽ നല്ല വില കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്ക് മൈ ഹോട്ട്സ്റ്റാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് ലാക്മേയുടെ SPF 50 അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അതേപോലെ തന്നെ PA++ ഉള്ള ഒരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ മൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ്. അതേപോലെ തന്നെ കരിവാളിപ്പ് ഈ ഒരു പ്രശ്നങ്ങളും അതേപോലെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മുഖത്തെ പാടുകൾ പോകാനായിട്ട് നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും അവരോട് ഡോക്ടേഴ്സ് പറയുന്ന നോർമലി ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ക്ലിനിക്കുകളിലൊക്കെ പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്നവരോട് പറയുന്നൊരു കാര്യമാണ് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ പുറത്തേക്ക് പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ തന്നെ സൺസ്ക്രീൻ ഇടാനാണ് പറയുക. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ റിപ്പീറ്റഡായിട്ട് ഇത് ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വിയർക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ സൺസ്ക്രീൻ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ ഉള്ളവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടുതൽ കാണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖത്ത് പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മളിത് വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളത്. പുറത്തേക്ക് നല്ല വെയിലത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ 15 മിനിറ്റ് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് പോയാലായിരിക്കും കേട്ടോ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് പോലും ഇത് ഉപയോഗിക്കാം. 180 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ ഇതിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതൊരു ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കോമ്പിനേഷൻ സ്കിന്നുകാർക്കെല്ലാം നല്ല സ്യൂട്ടബിളാണ്. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പ്രത്യേകം പറയുന്നുണ്ടെങ്കിലും ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒക്കെ സൂപ്പറാണ്. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുമ്പോൾ ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. പാരച്യൂട്ടിൻ്റെ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിലും അതേപോലെ തന്നെ റോസ്മേരി ഓയിലും മിനറൽ ഓയിൽസിൻ്റെയും കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയാനാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കും. അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിന് തിക്നെസ് കുറഞ്ഞ മുടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനായിട്ടും അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മുടിവേരുകൾ ഉണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഈ റോസ്മേരി. ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലാണ്. നമ്മൾ മുടിയിൽ ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഏത് രീതിയാണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഓയിൽ കൂടിയാണ് കേട്ടോ. ഇത് എല്ലാത്തരം ഹെയർ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാം. വരണ്ട മുടിയുള്ളവർക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ള ഒരു ഓയിലാണ്. 300 ml പാക്കാണ്. 149 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യാഡ്ലി ലണ്ടൻ ഇംഗ്ലീഷ് ലാവൻഡർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 600 ml പാക്കാണ് കേട്ടോ. ഇത് ഹാൻഡ് വാഷാണ്. നമ്മുടെ കൈകളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിവിടെ റെഗുലറായിട്ട് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. പല ബ്രാൻഡ്സിനെ വാങ്ങിക്കാറുണ്ട്. ഇത് നമുക്ക് പൗഡർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രാൻഡാണ്. നല്ലൊരു ഹൈ ക്വാളിറ്റി ബ്രാൻഡ് തന്നെയാണ്. അടുക്കളയിലേക്ക് ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് കയ്യിലെ രോഗാണുക്കളും കാര്യങ്ങളും കീടാണുക്കളും ഒക്കെ പോകാനായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് യൂസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ക്രീമാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണ്. ഇത് നമുക്ക് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഇത് നമുക്ക് പാടുകളൊക്കെ പോകുമെന്ന് ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു രീതിയിലല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഗ്ലോയിങ്ങിനൊക്കെ ആ ഒരു രീതിയിലാണ്. നമ്മുടെ ഒരു പൗഡറൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെങ്കിലൊക്കെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. സിമ്പിളായിട്ട് ഈ ഒരു ക്രീം മോയ്സ്ചറൈസറായിട്ടും ക്രീമായിട്ടും എല്ലാമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ ഒരു സിമ്പിൾ സംഭവമാണ്. 200 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൗണ്ടേഷനാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് ആണ്.
അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി ഫൗണ്ടേഷനാണ്. നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ അത് ഇങ്ങനെ ഞെക്കിയെടുക്കാം. സൂപ്പറാണ്. ഒരല്പം മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ കവറേജും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിച്ചപ്പോൾ 700 രൂപയാണ്. ഇപ്പോൾ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 500 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രൈസ് കൂടുതലായതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് നോക്കാവുന്ന ഒരു പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.